സ്റ്റുഡൻസ് ഇജു പ്ലസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വെൽക്കം. ഇന്ന് 10th ഇംഗ്ലീഷ് ചാപ്റ്റർ 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോണ്ടിബ എ ഹീറോ. അപ്പോൾ ഈ ഒരു കഥയിലെ മെയിൻ കഥാപാത്രമായിട്ട് വരുന്നത് കോണ്ടിബയാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്ന ഒരു സിറ്റുവേഷനാണ് കഥാസന്ദർഭം വരുന്നത്. ഈ ഒരു കോണ്ടിബ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഡിവിജ്വൽ ഒരു ബ്ലൈൻഡ് പേഴ്സണാണ്. അദ്ദേഹത്തിന് കണ്ണ് കാണത്തില്ല. അപ്പോൾ ആ ഒരു ടൈമിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലുണ്ടായിരുന്നൊരു സിറ്റുവേഷനെ കുറിച്ചിട്ട് പറയുന്ന ഈ ഒരു സ്റ്റോറി എന്താണെന്ന് നമുക്ക് നോക്കാം. Kondiba Gaikwad, a blind man, had to leave his home in Aurangabad and come to Mumbai in search of work. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്റ്റോറീൻ്റെ തുടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോണ്ടിബ ഗൈക്വാഡ്, അതായത് നമ്മുടെ മെയിൻ ക്യാരക്ടറിൻ്റെ പേര് വരുന്നത് കോണ്ടിബ എന്നാണ്. അദ്ദേഹം എന്താണ്? എ ബ്ലൈൻഡ് മാൻ. ആരാണ്? ഒരു കാഴ്ചയില്ലാത്ത വ്യക്തിയായിരുന്നു. ഹാഡ് ടു ലീവ് ഹിസ് ഹോം ഇൻ ഔറംഗാബാദ് ആൻഡ് കം ടു മുംബൈ ഇൻ സെർച്ച് ഓഫ് വർക്ക്. അതായത് അദ്ദേഹം ജീവിച്ചിട്ടുണ്ടായിരുന്നത് എവിടെയായിരുന്നു? ഔറംഗാബാദിലായിരുന്നു. അപ്പം അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ വീട്, ഹോം ഇൻ ഔറംഗാബാദ്. അദ്ദേഹം ലീവ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് രക്ഷപ്പെടുന്നതല്ല, അവിടെ നിന്ന് മാറി അദ്ദേഹം എങ്ങോട്ടേക്ക് വന്നു? കം ടു മുംബൈയിലേക്ക് വന്നു. ഇൻ സെർച്ച് ഓഫ് വർക്ക്. എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം മുംബൈയിലേക്ക് വന്നത്? ഇൻ സെർച്ച് ഓഫ് വർക്ക്, അതായത് ഒരു ജോലി. വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി എന്നാണ്. സെർച്ച് ചെയ്യുകയെന്ന് വെച്ചാൽ ജോലി അന്വേഷിച്ചിട്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ ആക്ച്വൽ പ്ലേസ് വരുന്നത് കോണ്ടിബയുടെ ഔറംഗാബാദിലാണ്. ഔറംഗാബാദിൽ നിന്ന് ഒരു ജോലിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം മുംബൈയിൽ എത്തിയിരിക്കുന്നത്. അപ്പം ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഇതെങ്ങനെയാണ്, ചിത്രം എങ്ങനെയാണ് വരുന്നത്? ആ ഒരു ക്യാരക്ടർ ബ്ലൈൻഡ് ആയിട്ടുള്ള മാനാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഹി ലിവ്ഡ് ഇൻ എ ലാർജ് സ്ലം. ഹി ലിവ്ഡ് അല്ലേ, അയാൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് എവിടെയാണ്? ഇൻ എ ലാർജ് സ്ലം. സ്ലം എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ചേരി എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം അത്രയും വലിയൊരു ചേരിയിലാണ് അദ്ദേഹം ജീവിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മുംബൈയിലെ ഒരു വലിയ ചേരിയിലാണ് കേട്ടോ ഇപ്പം നമ്മുടെ കോണ്ടിബ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കോളനി ഇൻ ഗഡ്കോപ്പർ വിത്ത് അനദർ ഫാമിലി. അപ്പം അദ്ദേഹം ഹി ലിവ്ഡ് ഇൻ എ ലാർജ് സ്ലം കോളനി ഇൻ ഗഡ്കോപ്പർ വിത്ത് അനദർ ഫാമിലി. അതായത് ഇവിടെ മുംബൈയിൽ എത്തിക്കഴിഞ്ഞപ്പം ഗഡ്കോപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ചേരിയിലാണ് അദ്ദേഹം വേറൊരു ഫാമിലിയോട് കൂടെ തന്നെ താമസിച്ച് പോന്നു. അപ്പോൾ അവർ എന്തായിരിക്കും, ഈ ഒരു കോണ്ടിബക്ക് ഒരു ഷെൽട്ടർ കൊടുത്തതായിരിക്കും. അല്ലാതെ ഇവിടെ ഒരു ഫാമിലി മേക്ക് ചെയ്തതല്ല. ആ ഒരു സ്ലമ്മിലുള്ള ഒരു ഫാമിലി ആയിരുന്നു ഈ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള നമ്മുടെ കോണ്ടിബയെ ഒരു വീട് കൊടുത്തിരിക്കുന്നത്. In the slum, there was an open well which was unsafe as it had no walls. അപ്പോൾ എന്താണ്? ഇൻ ദി സ്ലം, ആ ഒരു ചേരിയിൽ there was an open well. ഇവിടെ എന്തുണ്ടെന്നാ? there, അവിടെ. there എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ. was an open well. അവിടെ എന്താണുള്ളത്? ഒരു വെൽ. വെൽ എന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ കിണർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓപ്പൺ വെൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുറന്ന് എടുക്കുന്ന ഒരു കിണറുണ്ടായിരുന്നു. വിച്ച് വാസ് അൺസേഫ്. അതെന്താണ്? വിച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കിണറിനെയാണ് കേട്ടോ. വിച്ച് വാസ് അൺസേഫ്. അൺസേഫ് ആണ്. അൺസേഫ് കൊണ്ട് പറയുന്നത് എന്താണ്? സുരക്ഷിതത്വമില്ല. ആ ഒരു കിണറിന് സുരക്ഷിതത്വം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്? ആസ് ഇറ്റ് ഹാഡ് നോ വാൾസ്. നമ്മളൊരു കിണർ പണിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിന് ചുറ്റും ഒരു കിണറിനെ നമുക്ക് അവിടുന്ന് വെള്ളം കോരി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചുറ്റും ഒരു വാൾസ് ഉണ്ടാവൂലേ, വാൾസ് ഉണ്ടാക്കി വെക്കൂലേ. അപ്പോൾ ഈ ഒരു കിണറെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ചേരിയിലെ കിണറിന് വാൾസ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു സംതിങ് ലൈക്ക് എന്തോ ഒന്ന് കുഴിച്ച് വെച്ചിരിക്കുന്നു. അതിലാണെങ്കിൽ വെള്ളമുണ്ട്.
ആ ഒരു ടൈപ്പിലാണ് നമ്മുടെ കിണർ ആ ഒരു ചേരിയിൽ ഉണ്ടായിരുന്നുള്ളത്. The well had gradually widened as the soil and rocks on the sides had fallen into it. അപ്പം ഈ ഒരു നിലയിലുള്ള ഓപ്പണായി കിടക്കുന്ന ഈ ഒരു കിണറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? കാരണം വോളില്ല അല്ലേ, മതിലുകളൊന്നും അതിന് ചുറ്റുമായിട്ടില്ല. അപ്പം ഈ ഒരു കിണർ ഒന്നും കൂടെ വൈഡൻ ചെയ്യും. വൈഡൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒന്നും കൂടെ വലുതാവുക, കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യുക. അപ്പം എങ്ങനെയാണ് അത് എക്സ്പാൻഡ് ചെയ്യുന്നത്? സോയിൽ ആൻഡ് റോക്സ് ഓൺ ദി സൈഡ്സ് ഹാഡ് ഫോളൻ ഇൻ ടു ഇറ്റ്. അതായത് ഈ ഒരു കിണറിൻ്റെ ഓരത്തുള്ള മണ്ണ്, സോയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണ്, ആൻഡ് റോക്സ്, ഈ ഒരു പാറക്കഷ്ണങ്ങൾ ഉണ്ടാവുമല്ലോ, അതിൻ്റെ അടുത്തുള്ള കല്ലുകളായാലും അതൊക്കെ എന്താണ്? ഇതിൻ്റെ ഉള്ളിലേക്ക്, കിണറിൻ്റെ ഉള്ളിലേക്ക് പോകും. ഇതൊന്നും നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. ജസ്റ്റ് ഒരു കുഴി കിളച്ച് നമ്മളവിടെ വെച്ച് കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ പുറമേ ഉള്ള ആ ഒരു വസ്തുക്കളെല്ലാം അതിൻ്റെ അകത്ത് കുറച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും അതിലേക്ക് താഴ്ന്നു പോകൂലേ. അപ്പോൾ നമുക്ക് എന്താണ്? ആ ഒരു കുഴി ഒന്നും കൂടെ വൈഡനായിട്ട് നല്ല എക്സ്പാൻഡ് ചെയ്തിട്ട് കാണാം. പിന്നെ അതേപോലെ തന്നെയാണ് ഈ ഒരു സ്ലമ്മിൻ്റെ സെൻറ്ററിലുള്ള ഈ ഒരു കിണറിനും സംഭവിച്ചിരിക്കുന്നത്. This had made the water muddy. അപ്പോൾ എന്താണ് this had എന്ന് വെച്ച് കഴിഞ്ഞാൽ made the water muddy. അതായത് മഡ്ഡി വെച്ച് മീൻ ചെയ്യുന്നത് ചളി എന്നാണ് കേട്ടോ. ഈ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഈ ഒരു കിണർ ഇങ്ങനെ ഓപ്പണായി കിടക്കുന്നത് കൊണ്ട് തന്നെ അതിലെ വാട്ടറിന് എന്താണ്? ചളിവെള്ളമാണ് ആ ഒരു കിണറിലെ വാട്ടറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. One day, ഒരു ദിവസം, when കോണ്ടിബ returned home. ഒരു ദിവസം നമ്മുടെ കോണ്ടിബ റിട്ടേൺഡ് ഹോം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ജോലി കഴിഞ്ഞോ അല്ലെങ്കിൽ വീട്ടിലേക്ക് വരുന്ന ടൈമിൽ, ആൻഡ് വാസ് അബൌട്ട് ടു ഹാവ് ഹിസ് മീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തെ ഭക്ഷണം കഴിക്കാൻ പോവുകയായിരുന്നു. ഹാവ് ഹിസ് മീൽ എന്ന് വിച്ച് മീൻസ് എന്താണ്? ആ ഒരു ടൈമിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കാൻ പോവുകയായിരുന്നു. ഹി ഹിയേർഡ് എ വുമൻസ് ക്രൈ. അപ്പം എന്താണ് അപ്പം ആ ഒരു ടൈമിൽ അദ്ദേഹം കേൾക്കുന്നത്? ഹി ഹിയേർഡ്, കേൾക്കാം, എ വുമൻസ് ക്രൈ അല്ലേ, ഒരു വുമൻ്റെ ക്രൈ, കരച്ചിൽ അവിടെ നിന്നിട്ട് ഈ ഒരു കോണ്ടിബ കേൾക്കാണ്. Someone had fallen into the well. അപ്പോൾ ആ ഒരു സ്ത്രീ എന്താണ് കരയുമ്പോൾ പറയുന്നത്? someone അല്ലേ, ആരോ ഒരാൾ, someone എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോ ഒരാൾ, had fallen into the well. fallen ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വീണിട്ടുണ്ടായിരുന്നു എന്ന്. ആ ഒരു ടൈമിൽ ഏതോ ഒരാൾ നമ്മുടെ കിണറിൽ വീണിട്ടുണ്ടായിരുന്നെന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകൂടെ ഞാൻ ഇതിൻ്റെ ഇപ്പം എന്താണ് പറഞ്ഞത് ചെറിയ രൂപത്തിൽ പറഞ്ഞു തരാം. അതായത് നമ്മുടെ മെയിൻ ക്യാരക്ടർ വരുന്നത് കോണ്ടിബയാണ്. അദ്ദേഹം ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള മാനാണ്. പിന്നെ അദ്ദേഹം ഔറംഗാബാദിൽ നിന്ന് മുംബൈയിലേക്ക് ജോബിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം പിന്നെ മുംബൈയിലെത്തിയപ്പോൾ അവിടെ അദ്ദേഹം സ്റ്റേ ചെയ്തത് എവിടെയാണ്? ഒരു വലിയ ലാർജ് സ്ലമ്മിലാണ്, വിത്ത് ആൻ അനദർ ഫാമിലി അല്ലേ. അവിടെ വേറൊരു ഫാമിലീൻ്റെ കൂടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു സ്ലമ്മിൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ ഒരു വലിയ ഓപ്പൺ വെല്ലുണ്ടായിരുന്നു, വലിയൊരു കിണറുണ്ടായിരുന്നു. അതെന്താണ്? അൺസേഫ് ആയിരുന്നു. കാരണം അതിന് ഇറ്റ് ഹാഡ് നോ വോൾസ്, അതിനൊരു മതിലുണ്ടായിരുന്നില്ല. അപ്പം പിന്നെ എന്താണ് പറയുന്നത്? അതിലെ വാട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് മഡ്ഡി വാട്ടറാണ്, ചെളി നിറഞ്ഞ വെള്ളമാണ്. അപ്പോൾ ഒരു ദിവസം കോണ്ടിബ ഇങ്ങനെ വീട്ടിലേക്ക് പോകുന്ന വഴി വീട്ടിലെത്തിയപ്പം എന്താണ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? ഒരു വുമൻ ട്രൈ ചെയ്തു അവിടെ നിന്ന് അലറുക ചെയ്യുന്നത്, വിളിച്ച് കരയുക ചെയ്യുന്നത്. എന്താണ്? someone had fallen into the well. ആരോ ഒരാൾ ആ ഒരു കിണറിലേക്ക് വീണിട്ടുണ്ടെന്ന്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ. Kondiba went to the well and jumped in to save the boy named Arvind.
അപ്പോൾ എന്താണ് നെക്സ്റ്റ് സംഭവിച്ചത് അവിടെ? കോണ്ടിബ വെൻ ടു ദ വെൽ. അപ്പം ഈ ഒരു കോണ്ടിബ നമ്മുടെ വെല്ലിൻ്റെ അടുത്തേക്ക്, കിണറിൻ്റെ അടുത്തേക്ക് പോയി. വെൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ പോയി. ആൻഡ് ജംപ്ഡ് ഇൻ ടു സേവ് ദ ബോയ്. ജമ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ലേ, ചാടുക. ഇൻ ടു സേവ് ദ ബോയ്. സേവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ രക്ഷിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. ആരെ രക്ഷിക്കാൻ വേണ്ടി? ഒരു ബോയിനെ രക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ ഒന്നും കൂടി ആ സെൻറ്റൻസ് നമുക്ക് വായിച്ചു നോക്കാം. ആൻഡ് ജംപ്ഡ് ഇൻ ടു സേവ് ദ ബോയ്. ഇനി പറയുന്നത് ആ ബോയുടെ നെയിമാണ്. ആ ബോയിൻ്റെ നെയിം എന്താണ്? നെയിംഡ് അരവിന്ദ് എന്നാണ് ഈ ഒരു വെള്ളൽ കിണറിൽ വീണ ബോയുടെ പേര് വരുന്നത്. അപ്പം ഈ ഒരു ബോയിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ കിണറിൻ്റെ അടുത്തേക്കും കോണ്ടിബ പോയി. പിന്നെ എന്താണ്, അതിലേക്ക് ചാടാണ് ഉണ്ടായിരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഹാവിങ് ബീൻ എ സ്വിമ്മർ ആസ് എ യങ് ബോയ്. ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോണ്ടിബ മുൻപേ യങ് ബോയ് ആകുമ്പോൾ, അതായത് ചെറുപ്പത്തിൽ, ഹാവിങ് ബീൻ എ സ്വിമ്മർ, ആരായിരുന്നു? ഒരു നല്ല നീന്തൽക്കാരനായിരുന്നു. ഇപ്പം അദ്ദേഹം അത് പ്രാക്ടീസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്താണ്, സ്വിം ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ആ ഒരു മുൻപ് എന്തായിരുന്നു? ആ ഒരു ചെറുപ്പ കാലഘട്ടത്തിൽ ഈ ഒരു കോണ്ടിബ എന്ന് പറഞ്ഞിട്ടുള്ള പേഴ്സൺ ഒരു സ്വിമ്മർ ആയിരുന്നു. ഇതാണ് ഈ ഒരു സെൻറ്റൻസ് ഈ പറയുന്നത്. ഹി ട്രൈഡ് ഹിസ് ബെസ്റ്റ് ടു സെർച്ച് ദി ബോയ്. അപ്പോൾ ഇനി നെക്സ്റ്റ് എന്താ സംഭവിക്കുന്നത് അവിടെ? ഹി ട്രൈഡ് അല്ലേ, അയാൾ. ഇവിടെ ഹി ആരാണ്? നമ്മുടെ കോണ്ടിബേനാണ് കേട്ടോ റെഫർ ചെയ്യുന്നത്. അപ്പം ഹി ട്രൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രമിച്ചു. ഹിസ് ബെസ്റ്റ് ടു, അത്രയധികം ശ്രമിച്ചു. അദ്ദേഹത്തെ കൊണ്ട്, ബ്ലൈൻഡ് പേഴ്സൺ ആണല്ലോ, അപ്പോൾ കാഴ്ചയില്ലാത്തവർ എന്താണ്, എത്രയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും അവരുടെ പരമാവധി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടു സെർച്ച് ദി ബോയ്. ആരെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നമ്മുടെ ഈ ഒരു അരവിന്ദിൻ്റെ കോണ്ടിബൻ്റെ കഴിവിനെ പരമാവധി ഇങ്ങനെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബട്ട് വീക്ക് ഡ്യൂ ടു പോവേർട്ടി. ഈ ഒരു സെൻറ്റൻസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബട്ട് വീക്ക് ഡ്യൂ ടു പോവേർട്ടി, അതായത് ഇപ്പം കോണ്ടിബ ഫിസിക്കലി ആൻഡ് മെൻ്റലി ടയേർഡാണ്. കാരണം ആസ് ബെസ്റ്റ് അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന തരത്തിൽ അദ്ദേഹം സഹായിക്കാൻ വേണ്ടി, ആ ഒരു നമ്മുടെ അരവിന്ദിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഓരോ തവണയും അദ്ദേഹം ശ്വാസം കിട്ടാതെ വരുമ്പം മുകളിലേക്ക് പൊന്തും, വീണ്ടും അദ്ദേഹം എന്താണ്, അവനെ തേടിയിട്ട് വീണ്ടും ആ ഒരു കിണറിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. അങ്ങനെ ഒരു മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താണ് ഈ ഒരു നമ്മുടെ അരവിന്ദിനെ അദ്ദേഹത്തിന് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ബട്ട് വീക്ക് ഡ്യൂ ടു പോവേർട്ടി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അദ്ദേഹം ഫിസിക്കലി ആൻഡ് മെൻ്റലി ടയേർഡാണ്, ഇത്രയും ദാരിദ്ര്യത്തിലാണെന്നുള്ള ആ ഒരു ഉദ്ദേശമാണ് ഇവിടെ വരുന്നത്. ഹി ഹാഡ് ടു കം ടു ദി സർഫസ് അഗെയിൻ ആൻഡ് അഗെയിൻ ടു ടേക്ക് ഹിസ് ബ്രെത്ത്. കണ്ടോ, അദ്ദേഹം എന്താണ് ഈ ഒരു സർഫസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കിണറിൻ്റെ മോൾ ഭാഗത്തേക്ക് വീണ്ടും വരുന്നുണ്ട്. ഹി ഹാഡ് ടു കം ടു ദ സർഫസ്. ആ ഒരു സർഫസിലേക്ക് വീണ്ടും ആണ് അഗെയിൻ ആൻഡ് അഗെയിൻ എന്ന് പറയുന്നത്. ടു ടേക്ക് ഹിസ് ബ്രെത്ത്. അപ്പം അദ്ദേഹത്തിന് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് വീണ്ടും എടുക്കാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് വരും, പിന്നെയും വീണ്ടും പോകും. ആ ഒരു ഇതായിരുന്നു, പ്രോസസ്സായിരുന്നു അവിടെ നടന്നിട്ടുണ്ടായിരുന്നത് ആ ടൈമിൽ. നെക്സ്റ്റ് നോക്കാം. ഈച്ച് ടൈം ഹി കെയിം അപ്പ് ഹി ഫെൽറ്റ് മോർ ടയേർഡ് ആൻഡ് വീക്ക്. അപ്പം ഓരോ തവണയും നമ്മുടെ കോണ്ടിബ മുകളിലേക്ക് വരുമ്പോഴും, ഈച്ച് ടൈം ഹി കെയിം അപ്പ് എന്താണ്, ഓരോ തവണയും അദ്ദേഹം മുകളിലേക്ക് വരുമ്പോഴും ഹി ഫെൽറ്റ്, അദ്ദേഹത്തിന് എന്താ തോന്നുന്നത്? മോർ ടയേർഡ് ആൻഡ് വീക്ക്, നല്ല ക്ഷീണിതനുമാണ് അദ്ദേഹം, അത്രയ്ക്കും തളർച്ച അനുഭവപ്പെട്ടിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ അരവിന്ദിന് ആ ഒരു അറ്റംപ്റ്റിലൊക്കെ കിട്ടുന്നുണ്ടോ? ഇല്ല, കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. The people were disappointed every time Kondiba came out without Aravind. അപ്പോൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്ന ആളുകൾ എങ്ങനെയായിരുന്നു? The people were disappointed എന്ന് വെച്ച് കഴിഞ്ഞാൽ നിരാശയിലായിരുന്നു. എവറി ടൈം കോണ്ടിബ കെയിം ഔട്ട്, എല്ലാ ടൈമിലും ഇങ്ങനെ ശ്വാസം എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ തവണ കോണ്ടിബ മുകളിലേക്ക് വരുമ്പോഴും അവിടെ ഉണ്ടായിരുന്ന ആളുകൾ നിരാശയിലായിരുന്നു, ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. കാരണം എന്താണ്? വിത്തൗട്ട് അരവിന്ദ്, അതായത് അരവിന്ദ് കോണ്ടിബേൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല. ഓക്കെ,
അപ്പം നിങ്ങൾക്ക് ഇവിടെ ചോദിക്കുക, ഈ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള പേഴ്സൺ മാത്രമായിരുന്നു, അവിടെ കുറേ ചുറ്റും പേരുണ്ടായിരുന്നില്ല, അവർ എന്തുകൊണ്ട് അവർ സഹായിച്ചിട്ടുണ്ടായിരുന്നില്ല, ഈ ഒരു കോണ്ടിബയ്ക്ക് മാത്രം ഉണ്ടായിരുന്നോ ആ ഒരു എന്താ പറയേണ്ടത് റെസ്പോൺസിബിലിറ്റി കോണ്ടിബയ്ക്ക് മാത്രമായിരുന്നു എന്നൊക്കെ നമുക്ക് സംശയം തോന്നാം അല്ലേ. പക്ഷെ അതിൽ കഥയിൽ അങ്ങനെ പറയുന്നൊന്നുമില്ല. അവിടെ ഉള്ളവരെല്ലാവരും ഈ ഒരു ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. കാരണം ചിലപ്പോൾ അവർക്ക് നീന്തൽ അറിയില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കാം രക്ഷിക്കാത്തത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും സ്ലമ്മിലുള്ള ആൾക്കാരൊക്കെ കൂടുതലും സ്നേഹത്തിലുള്ളവരായിരിക്കും. അപ്പോൾ അവർ എന്തായാലും സപ്പോർട്ട് ചെയ്യാനേ ശ്രമിക്കുള്ളൂ. ചിലപ്പോൾ നീന്തൽ അറിയാത്തത് കൊണ്ടായിരിക്കാം അവരങ്ങനെ ചാടാതിരുന്നത്. ഇനി കഥയിലേക്ക് വരുന്നതാണെങ്കിൽ, കോണ്ടിബ ഡൈവ്ഡ് എഗെയിൻ വിത്ത് ഫുൾ സ്ട്രെങ്ത്. അപ്പം കോണ്ടിബ പിന്നെ എന്ത് ചെയ്തു? ഡൈവ് ചെയ്തു, മുങ്ങി. എഗെയിൻ പിന്നെയും മുങ്ങി. എങ്ങനെ? വിത്ത് ഫുൾ സ്ട്രെങ്ത്. അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി സ്ട്രെങ്ത് എടുത്തിട്ട് അദ്ദേഹം കോണ്ടിബ വീണ്ടും ആ ഒരു കിണറിലേക്ക് മുങ്ങി. വിഷിങ് ഹി വാസ് നോട്ട് ബ്ലൈൻഡ്. അപ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് എന്താണ്, ഇനി ഒരിക്കലും അദ്ദേഹത്തിന് കാഴ്ച ഇല്ല, പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം വിഷ് ചെയ്യാണ്, ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം ബ്ലൈൻഡ് ആയിരിക്കരുത്. ഈ ഒരു ഉത്തരവാദിത്വത്തിൽ ഏർപ്പെടുമ്പം അദ്ദേഹത്തിന് രക്ഷിക്കാൻ കഴിയണം നമ്മുടെ അരവിന്ദിനെ എന്ന്. Although he was very tired, he did not give up. അപ്പോൾ ഈ ഒരു ടൈം ആകുമ്പോഴേക്കും എന്താണ്, ഓൾദോ ഹി വാസ് വെരി ടയേർഡ് അല്ലേ. കോണ്ടിബ കുറേ അറ്റംപ്റ്റ് നടത്തി, അപ്പോഴും ഇദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ സ്ട്രെങ്ത് ഒക്കെ ടയേർഡായി വരുന്നതാണ്, അത്രയും ക്ഷീണിച്ച് വരികയാണ് കോണ്ടിബ. ഹി ഡിഡ് നോട്ട് ഗിവ് അപ്പ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണ്, ഒരിക്കലും തോറ്റു കൊടുക്കാൻ, ഗിവ് അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല, തോറ്റു കൊടുക്കൂല, ആ ഒരു രീതിയിലുള്ള മനസ്സായിരുന്നു അദ്ദേഹത്തിന്. അതുകൊണ്ട് അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ല. തോറ്റു കൊടുക്കുമെന്ന് മനസ്സ് അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും അരവിന്ദിനെ കണ്ടെത്തുമെന്നായിരുന്നു കോണ്ടിബ മനസ്സിൽ കരുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാസേജ് വരുന്നത്. അതൊന്നും കൂടെ അപ്പോൾ ഇവിടെ നോക്കുകയെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഈ ഒരു പാസേജ് പറയാമെന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ കോണ്ടിബ വെള്ളിലേക്ക് ജമ്പ് ചെയ്തു. ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്? അരവിന്ദിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പം മുൻപേ ഈ ഒരു കോണ്ടിബ സ്വിമ്മറായിരുന്നു അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാക്സിമം ബെസ്റ്റായിട്ട് തന്നെ ട്രൈ ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. അദ്ദേഹത്തിന് ബ്രീത്ത് എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും വീണ്ടും അദ്ദേഹം ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഓരോ ടൈം വരുമ്പോഴും ഈ ഒരു കൂടെ കണ്ടുകൊണ്ട് നിൽക്കുന്ന പീപ്പിൾസ്, ജനങ്ങൾക്ക് അദ്ദേഹം ഇങ്ങനെ മുകളിലേക്ക് വരുമ്പോൾ ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു, നിരാശയിലായിരുന്നു. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മുടെ അരവിന്ദ് ഉണ്ടായിരുന്നില്ല. വിത്തൗട്ട് അരവിന്ദാണ് അദ്ദേഹം മുകളിലേക്ക് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ എന്നിരുന്നാലും അവസാനം അദ്ദേഹത്തിൻ്റെ ഫുൾ സ്ട്രെങ്ത്തും എടുത്തുകൊണ്ട് ഡൈവ് ചെയ്യാണ്, മുങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും വിട്ടുകൊടുക്കാൻ ഉള്ള മനോഭാവം നമ്മുടെ കോണ്ടിബക്ക് ഉണ്ടായിരുന്നില്ല. അതാണ് ഡിഡ് നോട്ട് ഗിവ് അപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാസേജിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം കഥയുടെ. And this time he felt the clothes of Aravind against his hands. അപ്പം ഈ ഒരു ടൈമിൽ, അതാണ് ദിസ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹി ഫെൽറ്റ് ദി ക്ലോത്ത്സ് ഓഫ് അരവിന്ദ്. ആർക്ക് മനസ്സിലാവുന്നുണ്ട്? ഫീൽ ചെയ്യുക അല്ലേ, അനുഭവിക്കുന്നുണ്ട്. അതായത് അരവിന്ദിൻ്റെ ക്ലോത്ത്സ് തൻ്റെ കൈകളുടെ അപ്പുറത്ത് എഗെയിൻസ്റ്റ് ആയിട്ട്, കൈകൾക്കെതിരെ, എഗെയിൻസ്റ്റ് ഹിസ് ഹാൻഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈകൾക്കെതിരെയായിട്ട് നമ്മുടെ അരവിന്ദിൻ്റെ ക്ലോത്ത്സ് ആർക്ക്, ഈ ഒരു നമ്മുടെ കോണ്ടിബക്ക് തടയുന്നുണ്ട്. ഓക്കെ. അപ്പം ഹി കോട്ട് ഹോൾഡ് ഓഫ് അരവിന്ദ്സ് ബെൽറ്റ് ആൻഡ് ബ്രോട്ട് ഹിം ഔട്ട്. അപ്പോൾ അത് മനസ്സിലായി അവിടെ ഉണ്ടെന്ന്. ഇയാൾ ബ്ലൈൻഡ് ആയതുകൊണ്ടാണ് ഇത്രയും ടൈം എടുത്തത്. ശരിക്കും ഒരു നോർമൽ പേഴ്സൺ ആണെങ്കിൽ തീർച്ചയായിട്ടും അരവിന്ദ് കുറച്ചും കൂടെ മുൻപേ എത്തുമായിരുന്നു അല്ലേ. പക്ഷെ അവിടെ നിന്ന് ചുറ്റും കൂടി ഇരിക്കുന്ന ആ ഒരു പീപ്പിൾസിന്, ജനങ്ങൾക്ക് ചിലപ്പം ഈ ഒരു സ്വിമ്മിങ് അറിയാതെ ഇരിക്കാം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ബാക്കിയുള്ളവർ രക്ഷിക്കാതെ നിന്നിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അരവിന്ദനെ രക്ഷിക്കാൻ ആരെങ്കിലും മുതിരേണ്ടതല്ലേ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡൗട്ടും നമുക്കൊരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ഹി കോട്ട് ഹോൾഡ് ഓഫ് അരവിന്ദ്സ് ബെൽറ്റ്. അപ്പോൾ അദ്ദേഹം പിന്നീട് എന്താ ചെയ്തത്? അരവിന്ദിൻ്റെ ബെൽറ്റ് ഹോൾഡ് ചെയ്തു. ആൻഡ് ബ്രോട്ട് ഹിം ഔട്ട്. ഈ ഒരു അരവിന്ദിനെ എടുത്ത് ഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമേക്ക് വന്നു. അരവിന്ദ് വാസ് ടേക്കൺ ടു ദി ഹോസ്പിറ്റൽ. ഇനി നെക്സ്റ്റ് എന്താ സംഭവിച്ചിട്ട്? അതായത് അരവിന്ദ് കണ്ടെത്തിയില്ലേ അരവിന്ദിനെ. പിന്നീട് എന്താ ചെയ്യേണ്ടത്? ടേക്കൺ ടു ദി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആൻഡ് കോണ്ടിബ വെൻ ബാക്ക് ടു ഹോം.
പിന്നെ നമ്മുടെ കോണ്ടിബ ഉണ്ടല്ലോ, കോണ്ടിബ തിരിച്ച് വെൻ ബാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക്, വെൻ ബാക്ക് ടു ഹോം ടു ഫിനിഷ് ഹിസ് മെയിൽ. അപ്പോൾ എന്ത്, അദ്ദേഹം കഴിക്കാൻ ബാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഭക്ഷണം, മീലെന്ന് പറയുന്നത് അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടി, അത് കഴിച്ചു തീർക്കാൻ വേണ്ടി, ഫിനിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിച്ചു തീർക്കാൻ വേണ്ടി. അപ്പം അത് കഴിച്ചു തീർക്കാൻ വേണ്ടി വീണ്ടും വീട്ടിലേക്ക് ബാക്ക് ചെയ്തു, അതായത് വീട്ടിലേക്ക് പോയി. പീപ്പിൾ ഹിയർഡ് ദ ബ്രേവ് ആക്ട് ഓഫ് കോണ്ടിബ ആൻഡ് റിവാർഡഡ് ഹിം. അപ്പം എന്താണ് ഇതിപ്പം ഈ ഒരു സ്ലമ്മിലുള്ള പീപ്പിൾസ് മാത്രമേ ഈ ഒരു ധീരത, ബ്രേവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ധീര കൃത്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് പുറമേ പല ന്യൂസ് റിപ്പോർട്ടേഴ്സിലൂടെയും ഒക്കെ ഈ ഒരു പീപ്പിൾസ് ഈ ഒരു കാര്യങ്ങൾ അറിയാൻ തുടങ്ങിയിട്ടുണ്ട്. കോണ്ടിബ ആൻഡ് റിവാർഡഡ് ഹിം, എന്താണ് അദ്ദേഹത്തിന് ഒരു റിവാർഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് കോണ്ടിബ വെൻറ്റ് ബാക്ക് ടു ഹിസ് വില്ലേജ്. അപ്പോൾ ഈ ഒരു റിവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങൾ സ്കില്ലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പം അതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പം അദ്ദേഹം വീണ്ടും എന്താ ചെയ്തു, കോണ്ടിബ വെൻ ബാക്ക് ടു ഹിസ് വില്ലേജ്. അദ്ദേഹത്തിൻ്റെ വില്ലേജ് ഏതായിരുന്നു? ഔറംഗാബാദിലുള്ള വില്ലേജ് ആയിരുന്നു അല്ലേ, അവിടെ തന്നെ അദ്ദേഹം തിരിച്ചു പോയി. ഗോട്ട് മാരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു അവിടെ പോയിട്ട്. ആൻഡ് സ്റ്റാർട്ടഡ് റണ്ണിങ് എ സ്മോൾ ബിസിനസ്. പിന്നീട് എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? തുടങ്ങി റണ്ണിങ് എ സ്മോൾ ബിസിനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ് സംരംഭം തുടങ്ങി അദ്ദേഹം. ദ ബെഗർ ഹു ഹേറ്റഡ് ബെഗിങ് വുഡ് നെവർ ഹാവ് ടു ബെഗ് അഗെയിൻ. അപ്പം ഈ ഒരു സെൻറ്റൻസ് എന്താ പറയുന്നത്? ദ ബെഗർ, യാചകൻ എന്നാണ് ബെഗർ, ഭിക്ഷക്കാരൻ എന്നൊക്കെ പറയും. ഹു ഹേറ്റഡ് ബെഗിങ്, അപ്പം എന്താണ്, ഒരു യാചകൻ വെറുക്കുക, ഹേറ്റ് ചെയ്യുക, ബെഗ് ചെയ്യാൻ, യാചിക്കാൻ മടിക്കുമ്പോൾ അല്ലെങ്കിൽ വെറുക്കുമ്പോൾ, വുഡ് നെവർ ഹാവ് ടു ബെഗ് അഗെയിൻ. അപ്പം ഒരു യാചിക്കാൻ വെറുക്കുമ്പോൾ എന്താണ്, അവനൊരിക്കലും ഇനി ആ ഒരു യാചകനിലേക്ക് തിരിച്ചു പോക്ക് ഉണ്ടായിരിക്കില്ല. കാരണം അത് തന്നെ അവനെ വെറുത്ത് തുടങ്ങി അല്ലേ. അപ്പം വേറെ ന്യൂ സംതിങ് എക്സ്ട്രാ എന്തെങ്കിലും അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അതായിരിക്കും ബെറ്റർ എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇടയിലുള്ള സൊസൈറ്റിയിലുള്ള എല്ലാവരുടെയും ഒരു ഇതാണ്, ബ്ലൈൻഡ് ആയിട്ടുള്ള പീപ്പിൾസ്, കാഴ്ച നഷ്ടപ്പെട്ട ആൾക്കാർ യാചകനിലേക്കാണ് വീണ്ടും പോകുന്നത്. അപ്പം അങ്ങനെ ചെയ്യാൻ ഇവിടെയുള്ള നമ്മുടെ ഹീറോ ആയിട്ടുള്ള കോണ്ടിബയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ബ്രേവറിയിലൂടെ, ഒരു ധീരതയിലൂടെ ഒരു നല്ല ഫ്യൂച്ചർ കെട്ടിപ്പടുക്കുകയാണ് ചെയ്തത്. അതാണ് ലാസ്റ്റ് ലൈൻസിൽ പറയുന്നത്. ബ്രേവറി ആൻഡ് സ്ട്രോങ് ഡിറ്റർമിനേഷൻ ചേഞ്ച് ലൈഫ് ഫോർ ദി ബെറ്റർ. അതായത് ബ്രേവറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ധീരത, ആൻഡ് സ്ട്രോങ് ഡിറ്റർമിനേഷൻ, അത്രയ്ക്കും കഠിനമായിട്ടുള്ള ദൃഢനിശ്ചയം. ഡിറ്റർമിനേഷൻ വിച്ച് മീൻസ് ദൃഢനിശ്ചയം. ചേഞ്ച് ലൈഫ് ഫോർ ദ ബെറ്റർ. അപ്പോൾ നമ്മുടെ ഈ ഒരു ദൃഢനിശ്ചയവും ധീരതയും ഒക്കെ എന്താണ്, നമ്മുടെ ലൈഫിനെ മറ്റൊരു തലത്തിലേക്ക് ചേഞ്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു കോണ്ടിബൻ്റെ സ്റ്റോറി വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കഥ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് കോണ്ടിബ പറഞ്ഞിട്ടുള്ളൊരു ബ്ലൈൻഡ് പേഴ്സണിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടായിരുന്നൊരു ചെറിയൊരു സ്റ്റോറിയാണ് നമ്മുടെ ചാപ്റ്ററിൽ വരുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസറിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വെൻ ആൻഡ് ഹൗ ഡിഡ് കോണ്ടിബ ബിക്കം ബ്ലൈൻഡ്. വെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ, ആൻഡ് ഹൗ ഡിഡ് എങ്ങനെയാണ് കോണ്ടിബ ബ്ലൈൻഡ് ആയിരിക്കുന്നത്, ബിക്കം ബ്ലൈൻഡ്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്, കോണ്ടിബയുടെ ഏജ് ഓഫ് 8 ആണ് അദ്ദേഹം ബ്ലൈൻഡ് ആവുന്നത്. വെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് 8ാമത്തെ വയസ്സിലാണ്. കാരണം ഹൗ ഡിഡ് എന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഹൗ ഡിഡ്. അപ്പോൾ അത് കാരണമായിട്ട് വന്നത് സ്മോൾ പോക്സ് ആണ് കേട്ടോ. സ്മോൾ പോക്സ് ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് 8ാമത്തെ വയസ്സിൽ ബ്ലൈൻഡായി, കാഴ്ചയില്ലാത്തവനായിട്ട് മാറേണ്ടി വരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? at the age of 8 because of smallpox. Okay, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കോണ്ടിബ hated begging but he had to beg. Why did he start begging? Give 2 reasons to complete the following statement. അപ്പോൾ എന്താണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? കോണ്ടിബ hated begging അല്ലേ. കോണ്ടിബ ശരിക്കും യാചിക്കുന്നത് ഹേറ്റ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ വെറുത്തിട്ടുണ്ടായിരുന്നു. ബട്ട് ഹി ഹാഡ് ടു ബെഗ്, പക്ഷേ അദ്ദേഹത്തിന് ഭിക്ഷ യാചിക്കേണ്ടി വന്നു. വൈ ഡിഡ് ഹി സ്റ്റാർട്ട് ബെഗിങ്, എന്തുകൊണ്ടാണ് യാചിക്കാൻ തുടങ്ങിയത് അദ്ദേഹം? ഗിവ് 2 reasons ടു കംപ്ലീറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ 2 റീസൺ പറയാൻ, ഈ ഒരു താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹി കുഡ് നോട്ട് ഡാഷ് ആണ് കൊടുത്തിരിക്കുന്നത്. ഹി കുഡ് നോട്ട്
എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് അദ്ദേഹം ഉണ്ടല്ലോ ഈ ഒരു കഥയിൽ പറയുന്നുണ്ട് കുറച്ച് ബ്രൂംസ് സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സെല്ല് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കുഡ് നോട്ട് ഏൺ മച്ച്. ഇവിടെ എന്താ ചെയ്താൽ നമുക്ക് ഏൺ മച്ച് ബൈ സെല്ലിങ് റൂംസ് സെല്ല് ചെയ്തുകൊണ്ട്, റൂംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂലെന്നാണ് കേട്ടോ, ചൂല് സെല്ല് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് അത്ര അധികം പൈസ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ടാണ് ഫസ്റ്റ് സ്റ്റാൻസ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കോണ്ടിബ ഹേറ്റഡ് ബെഗ്ഗിങ് ബട്ട് ഹീ ഹാഡ് ടു ബെഗ് എന്ന്. അതായത് അദ്ദേഹത്തിന് യാചിക്കേണ്ട അവസ്ഥ വന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. അതായത് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു ബിസിനസ്, ബ്രൂം സെല്ല് ചെയ്യുന്ന ബിസിനസ് പറ്റില്ല, മണി ഏൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് വാട്ട് ഡിഡ് ഹീ സ്റ്റാർട്ട് ബെഗ്ഗിങ് എന്ന് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസറാണ് താഴെ വരുന്നത്. ഹി കെയിം ടു നോ ദാറ്റ് ദി ബെഗ്ഗേഴ്സ് കുഡ് ഏൺ വെൽ ഇൻ മുംബൈസ്. അപ്പോൾ എന്താണ് കുഡ് ഏൺ? അപ്പോൾ അദ്ദേഹം യാചിക്കേണ്ടി വരുന്നത് അദ്ദേഹത്തിന് ബ്രൂം വിറ്റ് കിട്ടാതെ, പൈസ കിട്ടാതെ ആകുമ്പോഴാണ്. അപ്പോൾ പിന്നീട് അദ്ദേഹം കേൾക്കാണ് ബെഗേഴ്സിന്, യാചകർക്ക് മുംബൈയിൽ നല്ല വരുമാനമാണെന്ന്. അതാണ് കുഡ് ഏൺ വെൽ ഇൻ മുംബൈ. വെൽ ഇൻ മുംബൈ. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഇനി തേർഡ് നമുക്ക് നോക്കാം. ഇഫ് യു വേർ ഇൻ കോണ്ടിബാസ് പ്ലേസ് ആൻഡ് വുഡ് ലോസ് യുവർ ഐസെറ്റ് വാട്ട് വുഡ് യു ഡു? അപ്പോൾ ഇവിടെ നിങ്ങളോട് ചോദിക്കുന്നത് ഇഫ് യു വേർ ഇൻ കോണ്ടിബാസ് പ്ലേസ്, നിങ്ങളായിരുന്നു കോണ്ടിബയുടെ സ്ഥാനത്തെങ്കിൽ, ആൻഡ് വുഡ് യു ലോസ് യുവർ ഐസൈറ്റ്, അപ്പോൾ നിങ്ങൾക്ക് കണ്ണിൻ്റെ കാഴ്ചശക്തി നഷ്ടമായിരുന്നെങ്കിൽ വാട്ട് വുഡ് യു ഡു, എന്തായിരിക്കും നിങ്ങൾ ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഇതൊരു ഇൻഡിവിജ്വൽ റെസ്പോൺസ് സെക്ഷനാണ്. അപ്പം ഇൻഡിവിജ്വൽ റെസ്പോൺസ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. അതായത് നിങ്ങൾ ആ ഒരു സ്ഥാനത്തായിരുന്നെങ്കിൽ വാട്ട് വുഡ് യു ഡു, നിങ്ങൾ തീർച്ചയായിട്ടും യു വിൽ ഡു ദ സെയിം തിങ് അല്ലേ. നമ്മുടെ ഈ ഒരു കോണ്ടിബ ചെയ്താൽ തന്നെ ആയിരിക്കും നിങ്ങളും ചിലപ്പോൾ ചെയ്യുക. അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിന് എതിരെയാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നോക്കിക്കോ, അങ്ങനെ എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ആൻസർ ചെയ്യുക. ഇതൊരു ഇൻഡിവിജ്വൽ റെസ്പോൺസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നോ അതൊക്കെ ആൻസറായിട്ട് എഴുതാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹു ഹാഡ് ഡഗ് ദ വെല്ല്. അപ്പം ഹു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്, ഹാഡ് ഡഗ് ദ വെല്ല്. ഡഗ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കിണർ കിളച്ചത്, ഡഗ് ചെയ്യുക കിളച്ചത് ആരാണ്. വേർ വാസ് ഇറ്റ് ഡഗ്, എവിടെയാണ് വാസ് ഇറ്റ് ഡഗ്, എവിടെയാണ് അത് കുഴിച്ചത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പം ഇത് നമ്മൾ സമ്മറി ആയതുകൊണ്ട് അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എന്നിരുന്നാലും ഇതിൻ്റെ ആൻസർ ഞാൻ പറഞ്ഞുതരാം. അപ്പം റെസിഡൻസ് ഓഫ് കോളിബാർ സ്ലം, ആ ഒരു കോളിബാർ സ്ലമ്മിലുള്ള, കോളിബാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ചേരിയിലെ റെസിഡൻസ് ആൾക്കാരായിരുന്നു എന്താണ് ഈ ഒരു നമ്മുടെ കിണർ കുഴിച്ചിട്ടുണ്ടായിരുന്നത്. വേർ വാസ് ഇറ്റ് ഡഗ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻ ദി സെൻറ്റർ ഓഫ് കോളനി, ആ ഒരു കോളനിയുടെ സെൻറ്ററിലായിരുന്നു ഈ ഒരു കുഴി കിളച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. വൈ വാസ് ദി വെൽ ഡഗ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വലിയ കിണർ കുഴിക്കാൻ കാരണം? ആ ഒരു കിണർ കുഴിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന സ്ലമ്മിലുള്ള ആൾക്കാർക്ക്, റെസിഡൻസിന് ടാപ്പ് വാട്ടർ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് എല്ലാവർക്കും ഉപയോഗിക്കാൻ വേണ്ടി മാത്രം പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ ആ ഒരു കോളനിയിൽ താമസിക്കുന്ന ജനങ്ങൾ ഒരു കിണർ കൂടി കുഴിച്ചാലോ എന്ന് വിചാരിച്ച് അത് കുഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് എഴുതാം, ടാപ്പ് വാട്ടർ വാസ് നോട്ട് ഇനഫ് ഫോർ ഓൾ ദ പീപ്പിൾ ലിവിങ് ഇൻ ദി കോളനി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് വാട്ട് ഡിഡ് കോണ്ടിബ ഡു ആസ് സൂൺ ആസ് ഹി ഹിയർഡ് ദാറ്റ് സമ്മൺ ഹാഡ് ഫോളൻ ഇൻ ടു ദി വെൽ. അപ്പം എന്താണ് വാട്ട് ഡിഡ് കോണ്ടിബ ഡു, എന്താണ് കോണ്ടിബ ചെയ്തത്? ആസ് സൂൺ ആസ് ഹി ഹിയർഡ്, ആ ഒരു സ്ത്രീയുടെ നിലവിളി കേട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തതെന്നാണ്. ദാറ്റ് സമ്മൺ ഹാഡ് ഫോളൻ ഇൻ ടു ദി വെല്ല്, ആരോ ഒരാൾ കിണറിൽ വീണെടുക്കുന്നുണ്ടെന്ന് കേട്ട് കഴിഞ്ഞപ്പം കോണ്ടിബ എന്താണ് ചെയ്തതെന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു? അദ്ദേഹം കഴിച്ചുകൊണ്ടിരുന്ന
അതവിടെ ലെഫ്റ്റ് ചെയ്ത് വെച്ച് അത് ലീവ് ചെയ്തും കൊണ്ട് അദ്ദേഹം എടുത്ത് ചാടുകയാണ് ഉണ്ടായിരുന്നത് അല്ലേ, കിണറിലേക്ക് എടുത്ത് ചാടി. അപ്പോൾ നമുക്കതെങ്ങനെ പറയാം? ഹി ലെഫ്റ്റ് ഹിസ് ഫുഡ് ആൻഡ് ഫ്രഷ് ടു ദി വെൽ. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്ക് ദി കറക്റ്റ് സെൻറ്റൻസ് വെൻ കോണ്ടിബ റീച്ച് ദി വെൽ. ഇതിൽ താഴെ കൊടുത്തിരിക്കുന്ന 3 സെൻറ്റൻസൊന്നും ശരിയായിട്ടുള്ളത് ടിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എപ്പോഴാണ് വെൻ ദ കോണ്ടിബ റീച്ച് ദ വെല്ല്, അപ്പം ഈ ഒരു കിണറിൻ്റെ അകത്തേക്ക് എത്തിപ്പെട്ടപ്പം കോണ്ടിബക്ക് സംഭവിച്ച കാര്യങ്ങൾ അതിൻ്റെ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ളത് അത് സെലക്ട് ചെയ്യാൻ പറഞ്ഞതാണ്. ഫസ്റ്റ് വരുന്നത് ഹി ഫൗണ്ട് ദാറ്റ് അരവിന്ദ് ഹാഡ് ഫോളൻ ഇൻ ടു ദി വെല്ല്. അപ്പോൾ എന്താണ്, അവൻ കണ്ടെത്തി ഈ ഒരു അരവിന്ദ് നമ്മുടെ കിണറിൽ തന്നെ വീണ്ടെടുക്കുകയാണെന്ന്. ശരിയായിട്ടുള്ള ആൻസറാണോ? അല്ല അല്ലേ, കുറച്ചധികം ടൈം എടുത്തു കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് കണ്ടെത്താൻ പറ്റിയത്. അപ്പോൾ ഇത് ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. രണ്ടാമത്തേത് നോക്കാം. ഹി ഫെൽറ്റ് ഹെൽപ്ലെസ് ആസ് ഹി ഹാഡ് നോ സൈറ്റ്. അപ്പോൾ എന്താണ്, കുറച്ച് കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് കാഴ്ചയില്ലല്ലോ, ഹി ഹാഡ് നോ സൈറ്റ്. അപ്പോൾ അതുകൊണ്ട് എന്ത് തോന്നി? ഹെൽപ്ലെസ് ആണെന്ന്. ഇത് ഈ ഒരു കാര്യം നടത്താൻ ഹെൽപ്ലെസ് ആണെന്ന് അദ്ദേഹത്തിന് തോന്നിയെന്ന്. ഞാൻ ഇത് കാര്യം നടത്താൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് തോന്നിയത്. അപ്പോൾ ശരിക്കും അത് ശരിയാണോ? അല്ല, നമ്മൾ ആ ഒരു സമ്മറിയിലാണെങ്കിൽ കൂടെ വായിച്ച കാര്യമാണ്. കാരണം സ്ട്രെങ്ത്ത് വീണ്ടെടുത്തിട്ട് വീണ്ടും തന്നെ കൊണ്ടാവുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ ഒരു നമ്മുടെ കിണറിലേക്ക് ഡൈവ് ചെയ്തിട്ടുണ്ട് അല്ലേ, മുങ്ങുക ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കോണ്ടിബ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും തെറ്റായിരുന്നു. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ശരിയായിരിക്കും, കാരണം ആകെ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ ലെഫ്റ്റ് ആയിട്ടുള്ളൂ. അപ്പം ഹി ഡൈവ്ഡ് ഇൻ ടു ദ വെൽ ടു സേവ് അരവിന്ദ്. അപ്പോൾ എന്താണ്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയല്ലേ? കാരണം ഡൈവ് ചെയ്തു ഇൻ ടു ദ വെൽ അല്ലേ, വീണ്ടും നമ്മുടെ മുങ്ങി ആ ഒരു വെല്ലിലേക്ക് ടു സേവ് ദ അരവിന്ദിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ മെനി ടൈംസ് ഡിഡ് കോണ്ടിബ ഗോ ഇൻ ടു ദി വെൽ. എത്ര തവണയാണ്, ഹൗ മെനി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര തവണയാണ് ഡിഡ് കോണ്ടിബ ഗോ ഇൻ ടു ദി വെല്ല്, ഈ ഒരു എത്ര തവണയാണ് ഈ ഒരു കിണറിലേക്ക് കോണ്ടിബ എടുത്ത് ചാടിയിട്ടുള്ളത്. ആൻഡ് എടുത്ത് ചാടിയതല്ല, മുങ്ങിയിട്ടുള്ളത്. വാസ് ഹിസ് എക്സ്പീരിയൻസ് ദ സെയിം ഓർ ഡിഫറെൻറ്റ് എവറി ടൈം. അപ്പോൾ ഇതെന്താ പറയുന്നത്, വാസ് ഹിസ് എക്സ്പീരിയൻസ് സെയിം, എന്താണ് ഓരോ തവണ മുങ്ങുമ്പോഴും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് സെയിം ആയിരുന്നു എന്ന്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് എവറി ടൈം, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിരുന്നോ എന്നാണ് ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ. ആയിരുന്നോ? ഓരോ തവണ മുങ്ങുമ്പോഴും അദ്ദേഹം ടയേർഡ് ആവുന്നുണ്ട് അല്ലേ, ഫിസിക്കലി മെൻ്റലി ഒക്കെ ടയേർഡ് ആവുന്നുണ്ട്, പക്ഷെ എന്നാലും മെൻ്റൽ സ്ട്രെങ്ത്ത് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശരിക്കും ആ ഒരു അരവിന്ദിനെ രക്ഷിച്ചിട്ടേ വരൂ എന്നുള്ള ആ ഒരു കഠിനമായിട്ടുള്ള വിഷ് അദ്ദേഹം എടുത്തിരുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് എഴുതാൻ പറ്റുന്നത് അവിടെ? 2 ടൈമിലാണ് കേട്ടോ. ഹൗ മെനി ടൈംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 ടൈമാണ് അദ്ദേഹം എന്താണ് ഈ ഒരു വെല്ലിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ടൈമിൽ ഏറ്റവും താഴെ എത്തി, ആ ഒരു ഇതിൻ്റെ ബോട്ടം, കിണറിൻ്റെ ബോട്ടത്തിലെത്തി. ആൻഡ് ആ ഒരു ടൈമിലാണ് അദ്ദേഹത്തിന് എന്താണ് ഈ ഒരു കിണറിൻ്റെ ചുറ്റുമായിട്ട് ഉള്ളിലായിട്ട് റോക്സ് ഉണ്ടാവും, പിന്നെ ആ ഒരു വെല്ലിൻ്റെ സൈഡിൽ ഉണ്ടാവില്ലേ, അതൊക്കെ ഫീൽ ചെയ്യാൻ പറ്റി. റോക്സ് എല്ലാം ഉണ്ട്, അതിൻ്റെ അതിർത്തി കണ്ടെത്താൻ ഫസ്റ്റ് ടൈമിൽ നമ്മുടെ ഈ ഒരു കോണ്ടിബക്ക് പറ്റി. ആൻഡ് സെക്കൻഡ് ടൈമാണ് എന്താണ് പിന്നീട് ഈ ഒരു കോണ്ടിബ മുങ്ങുമ്പോഴാണ് ആ ഒരു കിണറിൻ്റെ ഷേപ്പ് മനസ്സിലായത്. ഇപ്പോൾ എവിടെയായിരിക്കും ഉണ്ടാവുന്നത്, ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഉള്ളിലേക്ക് പോവുകയാണ്, ഡൗൺ ചെയ്യാണ് നമ്മുടെ ഈ ഒരു കോണ്ടിബ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് പറയാമെന്നുണ്ടെങ്കിൽ 2 ടൈംസാണ് നമ്മുടെ കോണ്ടിബ പോയിട്ടുള്ളത്. ആൻഡ് ഇറ്റ് വാസ് ഡിഫറെൻറ്റ്. 2 ടൈം പോകുമ്പോഴും ഇറ്റ് വാസ് ഡിഫറെൻറ്റ്. ഫസ്റ്റ് ടൈമിൽ ഹി റീച്ച് ദി ബോട്ടം ഓഫ് ബൈ ഫീലിംഗ് ഹിസ് വേ അലോങ് ദ റോക്സ് ഓൺ ദി സൈഡ് ഓഫ് വെൽ. Second time he had the idea of the shape of the well, so he went straight down to the bottom. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ആൻഡ് ഫോർത്ത് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈ വാസ് ദി ക്രൗഡ് ഡിസപ്പോയിൻറ്റഡ്. എന്തുകൊണ്ടാണ് നമ്മുടെ ക്രൗഡ് ചുറ്റും കൂടിയിരുന്ന ജനങ്ങൾക്ക് ഡിസപ്പോയിൻറ്റഡ് അല്ലെങ്കിൽ നിരാശ തോന്നിയിട്ടുണ്ടായിരുന്നത്? എന്തുകൊണ്ടാണ്? കാരണം കോണ്ടിബ വന്നിട്ടുണ്ടായിരുന്നു, ഓരോ ടൈമും പൊങ്ങുമ്പോഴും എന്താണ് എംറ്റി ആണ് അല്ലേ, അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്നും തന്നെ ഉണ്ടായിരുന്നു, വിത്തൗട്ട് അരവിന്ദായിരുന്നു മുകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവർക്ക് നിരാശ തോന്നിയിട്ടുണ്ടായിരുന്നത്. ദാറ്റ് ഈസ് കോണ്ടിബ കുഡ് നോട്ട് ഫൈൻഡ് ദി അരവിന്ദ്. അപ്പോൾ അത് നമുക്ക് ആൻസർ ആയിട്ട് എഴുതാം. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് യു വർ കോണ്ടിബ വാട്ട് വുഡ് യു ഡു ഇൻ സച്ച് എ സിറ്റുവേഷൻ. അപ്പോൾ വീണ്ടും ഇത് എന്താണ്, ഇഫ് യു
വേർ കോണ്ടിബ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങളോടാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ആൻസർ എഴുതേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൻസർ എഴുതുക. നിങ്ങളാണ് ഈ ഒരു കോണ്ടിബയുടെ സ്ഥാനത്തെങ്കിൽ വാട്ട് വുഡ് യു ഡു ഇൻ സച്ച് എ സിറ്റുവേഷൻ? ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? ഈ ഒരു സിറ്റുവേഷൻ എന്താണ്? ഫസ്റ്റ് ടൈം മുങ്ങി കിട്ടിയില്ല, രണ്ടാമത്തെ ടൈം മുങ്ങാൻ പോകുമ്പോഴും ഒരു പേടിയായിരിക്കും അല്ലേ, ഇനി കിട്ടുമോ എന്നുള്ള ആ ഒരു ഭയമാണെങ്കിൽ ചിലവരത് അതിന്ന് ആ ഒരു ദൗത്യത്തിൽ നിന്ന് പിന്മാറും, അല്ലെങ്കിൽ ചിലവരത് കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ റെസ്പോൺസ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാവോ, എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അതവിടെ എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഡിഡ് കോണ്ടിബ മിസ് മോസ്റ്റ് നൗ? വൈ? എന്താണ് കോണ്ടിബ ഇപ്പം കൂടുതൽ, ഇപ്പോൾ ആണ് നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ് ചെയ്യുന്നത്? ആൻഡ് വൈ? അതിന് കാരണം എന്താണ്? അദ്ദേഹം ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആ ഒരു കിണറിലേക്ക് ചാടിക്കഴിഞ്ഞ ഒരു സിറ്റുവേഷനാണ് പറയുന്നത്. അപ്പോൾ കോണ്ടിബ എന്താണ് മിസ് ചെയ്തിരുന്നത്? കാരണം അദ്ദേഹത്തിൻ്റെ വിഷൻ തന്നെയാണ് അല്ലേ, കാഴ്ച ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ മുൻപ് നമ്മുടെ അരവിന്ദനെ കണ്ടെത്താൻ കഴിയുമെന്ന് അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ വിചാരിക്കാൻ കാരണം. വൈ എന്നിവിടെ ചോദിച്ചിട്ടില്ല, എന്തുകൊണ്ടാണ്? അപ്പോൾ കാരണം ഈ ഒരു അരവിന്ദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേഞ്ചർ സിറ്റുവേഷനിലാണല്ലേ, അദ്ദേഹം മരണത്തോട് മല്ലിടുകയാണ്. ഈ ഒരു ടൈമിലാണ് നമ്മുടെ കോണ്ടിബയ്ക്ക് ഇങ്ങനെ തോന്നിയത്. അപ്പോൾ നമുക്ക് പറയാമെന്നുണ്ടെങ്കിൽ ആൻസർ, ഹി മിസ്ഡ് ഹിസ് വിഷൻ ബിക്കോസ് ഹി വാസ് അണേബിൾ ടു ഫൈൻഡ് അരവിന്ദ് ആൻഡ് ഹി ന്യൂ ദാറ്റ് അരവിന്ദ്സ് ലൈഫ് വാസ് ഇൻ ഡേഞ്ചർ. അപ്പോൾ അത് അതിൻ്റെ ആൻസറായിട്ട് എഴുതാം. ഇനി സെക്കൻഡ് വൺ വരുന്നത്, അണ്ടർലൈൻ ഓൾ ദി എക്സ്പ്രഷൻ സെൻറ്റൻസ് ദാറ്റ് ഡിസ്ക്രൈബ് ദാറ്റ് കോണ്ടിബ വാസ് വെരി ടയർഡ്. അപ്പോൾ ഇത് അണ്ടർലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ട്, എക്സ്പ്രഷൻ അല്ലെങ്കിൽ ആ ഒരു സെൻറ്റൻസ് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അതിൻ്റെ ആൻസർ പറഞ്ഞുതരാം. പാൻറ്റിങ് ഹെവ്ലി, ശ്വാസം എടുക്കുന്നുണ്ട്, ഹെവ്ലി നല്ല ദീർഘമായിട്ട് ശ്വാസം എടുക്കുന്നുണ്ട്. ആൻഡ് ടയേർഡ് കോണ്ടിബാസ് റിബ്സ് വർ ഐക്കിങ്. റിബ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിലുള്ള ആ ഒരു ഇതുണ്ട്, നട്ടലിൻ്റെ ഇത് റിബ്സ്, അത് ഭയങ്കര പെയിനായിട്ട് വരുന്നുണ്ട്. ആൻഡ് ഹി കുഡിൻ ഹോൾഡ് ഹിസ് ബ്രെത്ത് മച്ച് ലോങ്ങർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്വാസം കുറച്ച് അധിക നേരത്തേക്ക് ലോങ് ലാസ്റ്റ് ചെയ്തെന്ന് വെക്കാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ആണെങ്കിൽ കോണ്ടിബയുടെ ഹേർട്ട് ഇങ്ങനെ ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ നമ്മുടെ ഹൃദയം വല്ലാണ്ട് മിടിച്ചുകൊണ്ടിരിക്കും അല്ലേ, ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇങ്ങനെ ഭയങ്കര ശക്തമായിട്ട് തന്നെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഹി ബാഡ്ലി നീഡഡ് ടു ബ്രീത്ത് എടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹത്തിന് കൈകാലുകൾ വരയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് താഴെ ആൻസറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോണ്ടിബ വാസ് ടയേർഡ് ബട്ട് ഹീ ഡിഡ് നോട്ട് ഗിവ് അപ്പ് ഹോപ്പ്. വൈ? ഗിവ് 2 റീസൺ. അതായത് കോണ്ടിബ ഭയങ്കര തളർന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സിറ്റുവേഷനിൽ. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം ഗിവ് അപ്പ് ചെയ്യാൻ ഒരിക്കലും തളർന്നിട്ടുണ്ടായിരുന്നില്ല. മനസ്സാന്നിധ്യം കൂടുതലുണ്ടായിരുന്നു. ഒരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല, ഗിവ് അപ്പ് ചെയ്യാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രതീക്ഷ അദ്ദേഹത്തിലുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? വൈ? ഗിവ് 2 റീസൺ. അതിൻ്റെ 2 റീസൺ പറയാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തായിരുന്നു അപ്പോൾ ഉണ്ടാവുക? അതായത് അരവിന്ദ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അരവിന്ദിൻ്റെ ഏറ്റവും ഒരു ഓൺലി ഹോപ്പ് എന്ന് പറയുന്നത് ഈ ഒരു കോണ്ടിബ ആയിരിക്കും. ആൻഡ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ നിന്ന് അരവിന്ദിനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ആൻസറായിട്ട്, ഹി വാസ് ദ ഓൺലി ഹോപ്പ് ഫോർ അരവിന്ദ്, ഹി റീസൺ ദാറ്റ് അരവിന്ദ് കുഡ് നോട്ട് വാനിഷ്, ഹി മസ്റ്റ് ബി ഇൻ ദ വെൽ. അപ്പോൾ അദ്ദേഹം പറയുന്ന 2 റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് അരവിന്ദ് വാനിഷ് ആവൂല അല്ലേ, അദ്ദേഹം ആ ഒരു കിണറിലുള്ളിടത്തോളം കാലം തീർച്ചയായിട്ടും മരണത്തിന് വിട്ടുകൊടുക്കൂല, അല്ലെങ്കിൽ ഒരിക്കലും അത് മുങ്ങിപ്പോകൂല അരവിന്ദ്, തീർച്ചയായിട്ടും അവൻ രക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ കോണ്ടിബ പറയുന്നത്. ആൻഡ് വാട്ട് ഡസ് ദ നെറ്റ് റെഫർ ടു? അപ്പോൾ ഈ ഒരു കഥയിലുണ്ടല്ലോ നെറ്റ് എന്ന് പറയുന്നുണ്ട്. നെറ്റ് എന്ന് പറയുന്നത് ഈ ഒരു കിണറാണല്ലോ, പഴയ കിണറാകുമ്പം അതിൻ്റെ ഉള്ളിൽ കളകളുണ്ടാവും. വീടെന്നാണ് കളകളെ ഇംഗ്ലീഷിൽ പറയുന്നത്. അപ്പം വീടിനെയാണ് ഇവിടെ നെറ്റ് കൊണ്ട് റെഫർ ചെയ്യുന്നത്. ഈ ഒരു നെറ്റ് ഉണ്ടല്ലോ, ദാറ്റ്സ് റെഫേഴ്സ് ടു വീടാണ് കേട്ടോ. കളകൾ, ആ കിണറിൻ്റെ അകത്തുണ്ടായിരുന്ന കളകളാണ് നമ്മുടെ നെറ്റ് കൊണ്ട് റെഫർ ചെയ്യുന്നത്. പിന്നെ ഹൗ ഡിഡ് കോണ്ടിബ ഫ്രീ ദ ബോയ് ഫ്രം ദ വീഡ്സ്? എങ്ങനെയാണ് ഈ ഒരു വീഡ്സിൽ നിന്ന്, കളയിൽ നിന്ന് നമ്മുടെ അരവിന്ദിനെ കോണ്ടിബ രക്ഷിച്ചത്? അതായത് എങ്ങനെയാണ്? ആ ഒരു സെൻറ്റൻസ് നമ്മുടെ സമ്മറിയിലും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അരവിന്ദിൻ്റെ ബെൽറ്റ്
ഹോൾഡ് ചെയ്തും കൊണ്ട്. പിന്നെ ആ ഒരു വീഡ്സിൽ നിന്ന് കളയിൽ നിന്ന് അരവിന്ദിനെ പുൾ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഹി കോട്ട് ഹോൾഡ് ഓഫ് ഹിസ് ബെൽറ്റ് ആൻഡ് പുൾഡ് ഹിം ഔട്ട് ഓഫ് ദി നെറ്റ് ഓഫ് വീഡ്സ്. അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി 6th ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സീംഡ് എ ലോങ് ടൈം ഫോർ ഹൂം ഡിഡ് ഇറ്റ് സീം ടു ലോങ് വൈ. അപ്പോൾ ഇറ്റ് സീംഡ് എ ലോങ് ടൈം എന്താണ്, ഇത് കുറേ അധികം നേരം എടുത്ത പോലെ. ഫോർ ഹൂം ഡിഡ് ഇറ്റ് സീം ടു ലോങ്. ഫോർ ഹൂം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കാണ് ഇത് കുറേ അധികം നേരമായിട്ട് തോന്നിയത്. വൈ എന്ന് വെച്ചാൽ എന്തുകൊണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം പറഞ്ഞത് നമ്മുടെ കോണ്ടിബ തന്നെയാണ്. അപ്പോൾ ഇത് ആർക്കാണ് ഇത്രയും നേരം എടുത്തോന്ന് തോന്നിയത്, നമ്മുടെ കോണ്ടിബക്കാണ്. അപ്പോൾ ഇങ്ങനെ പറയാൻ കാരണം എന്താണ്, അദ്ദേഹം അത്രയ്ക്കും ടയേർഡായിട്ടുണ്ടായിരുന്നു. ഹി വാസ് വെരി ടയേർഡ്. കുറേ സ്ട്രഗിൾ എടുത്തിട്ടുണ്ടായിരുന്നു അരവിന്ദനെ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഹാഡ് ടു സ്ട്രഗിൾ എ ലോട്ട് ടു ഫൈൻഡ് ആൻഡ് പുൾ അരവിന്ദ് ഔട്ട്. അപ്പോൾ അതിലേതെങ്കിലും ആൻസർ എഴുതാം. താഴെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ When Condiba came up to the surface, what 3 things did the crowd do? Okay. Condiba came up to the surface. What 3 things did the crowd do? അപ്പോൾ എന്താണ്, കോണ്ടിബ സർഫസിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചുറ്റുണ്ടായിരുന്ന ജനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന്. അപ്പോൾ നമുക്കൊന്ന് എഴുതാം. എന്താണ്, എന്തായാലും തീർച്ചയായിട്ടും അരവിന്ദിനെ ഈ കിണറിൽ നിന്ന് എടുത്തിട്ടുണ്ടാവും അല്ലെ, പുറത്തിട്ടിട്ടുണ്ടാവും. ലിഫ്റ്റഡ് അരവിന്ദ് ഔട്ട് ഓഫ് ദി വെല്ല്. പിന്നെ രണ്ടാമത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരവിന്ദിന് ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ തീർച്ചയായിട്ടും. അങ്ങനെ കിണറിലൊക്കെ വീഴുന്ന ഒരാളെ നമ്മൾ എന്താണ്, ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കൂല്ലേ, ഒരു എന്താണ് ശ്വാസോച്ഛ്വാസം കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ അത് ചെയ്തു. ഗേവ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ ടു അരവിന്ദ്. പിന്നെ ആണെങ്കിൽ റഷ്ഡ് ഹിം ടു ഹോസ്പിറ്റൽ. പെട്ടെന്ന് തന്നെ ഈ ഒരു അരവിന്ദിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇത്രയും തിങ്സാണ് നമ്മുടെ ചുറ്റുണ്ടായിരുന്ന ക്രൗഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡിഡ് കോണ്ടിബ ഫീൽ വെൻ ഹി ബ്രോട്ട് അരവിന്ദ് ഔട്ട് ഓഫ് ദി വെൽ. അപ്പോൾ എന്താണ് കോണ്ടിബക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു അരവിന്ദിനെ കിണറിൽ നിന്ന് പുറത്തെത്തിച്ചപ്പോഴെന്ന്. അപ്പോൾ എന്താണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും ഹി വാസ് സോ ടയേർഡ് ദാറ്റ് ഹി കുഡ് നോട്ട് ഫീൽ എനിത്തിങ് അല്ലേ. ഒന്ന് അങ്ങനെ ചെയ്യാം നമുക്ക്. ഹൗ ഡിഡ് കോണ്ടിബ ഫീൽ വെൻ ഹി ബ്രോട്ട് അരവിന്ദ് ഔട്ട് ഓഫ് ദി വെൽ. തീർച്ചയായിട്ടും പെട്ടെന്നൊന്നും തന്നെ മനസ്സിലൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹം വിചാരിച്ച കാര്യം നടന്നു. അരവിന്ദിനെ അതായത് വെല്ലിൻ്റെ പുറത്ത് എത്തിച്ചു കഴിഞ്ഞു. പക്ഷേ വേറെ എനിത്തിങ് ഒന്നും ചിന്തിക്കേണ്ട അവസ്ഥ അല്ലെങ്കിൽ ഫീൽ ചെയ്യേണ്ട അവസ്ഥ അവരുടെ കോണ്ടിബക്ക് ഉണ്ടായിരുന്നില്ല. ഇനി സെക്കൻഡ് ബി ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് യു വേർ ഇൻ കോണ്ടിബാസ് പ്ലേസ് ഹൗ വുഡ് യു ഹാവ് ഫെൽറ്റ്. അപ്പോൾ ഇതും ഒരു ഇൻഡിവിജ്വൽ റെസ്പോൺസാണ്. നിങ്ങളുടെ രീതിയിലുള്ള ഒരു ആൻസർ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആൻഡ് 9th ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഡിഡ് ദ പോലീസ്മാൻ ടെൽ കോണ്ടിബ. എന്താണ് പോലീസ്മാൻ കോണ്ടിബനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നാണ്. ആൻഡ് വാട്ട് വുഡ് ഹാവ് ഹാപ്പൻ ടു അരവിന്ദ് ഇഫ് ഹി ഹാഡ് നോട്ട് സേവ്ഡ് ഹിം ജസ്റ്റ് ഇൻ മിനിറ്റ്. അപ്പോൾ എന്താണ് അരവിന്ദിന് സംഭവിക്കുക ഈ ഒരു കോണ്ടിബ അവനെ കുറച്ച് സമയത്തിന് മുൻപ് രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് പറയാം. അരവിന്ദിനോട് കോണ്ടിബനോട് പോലീസ്മാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അരവിന്ദിന് ഓക്കെയാണ്, ഓൾറൈറ്റ് ആണ്, ഒരു പ്രശ്നവുമില്ല. ആൻഡ് സെക്കൻഡ് തിങ് എന്തായിരിക്കാം പറഞ്ഞിട്ടുണ്ടായിരുന്നത്, കുറച്ച് ടൈമിന് മുൻപ് രക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ആൻഡ് ഹിസ് ബ്രെയിൻ വുഡ് ഹാവ് ബീൻ ഡാമേജ്ഡ്. അവൻ്റെ തലച്ചോറിനത് കാര്യമായിട്ടുള്ള ക്ഷതം ഏൽപ്പിക്കുമായിരുന്നെന്നാണ്. അപ്പം ഇങ്ങനെ പറയാം നമുക്ക്. അരവിന്ദ് വുഡ് ബി ഓൾ റൈറ്റ്. ഇതാണ് പോലീസ്മാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോണ്ടിബനോട്. ആൻഡ് ഇഫ് ഹി ഹാഡ് നോട്ട് സേവ്ഡ് ഹിം ഇൻ ടൈം ഹിസ് ബ്രെയിൻ വുഡ് ഹാവ് ബീൻ ഡാമേജ്ഡ്. അപ്പം അതാണ് പിന്നെ ആ ഒരു ജസ്റ്റ് ടൈമിൻ്റെ മുൻപ് രക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ സംഭവിക്കുക. 10th ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇനി 10th വാട്ട് പബ്ലിസിറ്റി ഡിഡ് കോണ്ടിബ ഗെറ്റ്. എന്ത് പബ്ലിസിറ്റിയാണ് നമ്മുടെ കോണ്ടിബക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നതെന്നാണ് 10th ക്വസ്റ്റ്യൻ പറയുന്നത്.
അപ്പോൾ എന്താണ് അദ്ദേഹത്തിൻ്റെ സ്റ്റോറി, ഈ ഒരു ബ്രേവറീൻ്റെ സ്റ്റോറി എല്ലാം മൊത്തത്തിൽ ന്യൂസ് പേപ്പേഴ്സിലൊക്കെ അച്ചടിച്ച് പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് അദ്ദേഹത്തിനെ പ്രശംസിച്ചുകൊണ്ട് പ്രൈസ് ചെയ്തുകൊണ്ട് ഗവർണറും മഹാരാഷ്ട്രയിലെ ചീഫ് മിനിസ്റ്ററും ഒക്കെ പ്രശംസ അറിയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടാതെ പല ഒഫീഷ്യൽസും ഇതിന് പ്രശംസ അർപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിങ്ങനെ പറയാം, ഹിസ് പിക്ചർ ആൻഡ് സ്റ്റോറി ഓഫ് ബ്രേവറി വർ പബ്ലിഷ്ഡ് in many papers. He was praised by the governor, the CM of Maharashtra and other officials. അപ്പോൾ അതാണ് എൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. 11th ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ വാസ് കോണ്ടിബ റിവാർഡഡ്? എന്താണ് കോണ്ടിബക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്, റിവാർഡായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നതെന്നാണ്. ഗോട്ട് എ റിവാർഡ് ഓഫ് ₹12,970, അതായത് 12,970 രൂപ കിട്ടിയിട്ടുണ്ട് റിവാർഡായിട്ട്. കൂടാതെ അഡീഷണലായിട്ട് അദ്ദേഹം എന്താണ് ആ ഒരു ടൈമിൽ ബോട്ടിലിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കില്ലുണ്ട്. അതായത് ബോട്ടിലേക്ക് ഏതെങ്കിലും ബിവറേജസ് നിറയ്ക്കുന്ന, ബോട്ടിലേക്ക് വെള്ളം ഓർ വൈൻ അങ്ങനത്തെ സംതിങ് അത് നിറയ്ക്കുന്ന ഒരു സ്കിൽ അദ്ദേഹം പഠിച്ചിട്ടുണ്ട് അഡീഷണലായിട്ട്. പിന്നെ ഓർക്ക് അദ്ദേഹത്തിന് കണ്ണ് കാണാൻ പറ്റത്തില്ല, എന്നിട്ടാണ് ഈ ഒരു സ്കിൽ അദ്ദേഹം അഡീഷണലി പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വീവിങ് ഓഫ് ചെയർ സീറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇരിക്കുന്ന കസേര ഉണ്ടാവുമല്ലോ, അതിൻ്റെ സീറ്റ് വീവ് ചെയ്യാന്ന് വെച്ചാൽ ഒന്നെങ്കിൽ നമ്മളിപ്പം പ്ലാസ്റ്റിക് യൂസ് ചെയ്തിട്ട് പല രീതിയിൽ അതിൻ്റെ പണികൾ നടത്താം. ആ ഒരു രീതിയിലുള്ള അഡീഷണൽ സ്കില്ല് കൂടെ നമ്മുടെ ഈ ഒരു കോണ്ടിബ പഠിച്ചിട്ടുണ്ടായിരുന്നു. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ഡിഡ് കോണ്ടിബ യൂട്ടിലൈസ് ഹിസ് പ്രൈസ് മണി ആൻഡ് സ്കിൽസ്? അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്ന പ്രൈസ് മണിയും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള സ്കിൽസും വെച്ചിട്ട് അദ്ദേഹം എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഹൗ ഡിഡ് പക്ഷേ എന്താണ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്പൺ ഡേ സ്മോൾ ബിസിനസ്. നമ്മുടെ കോണ്ടിബ ഒരു ചെറിയൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സ്മോൾ ബിസിനസ് തുടങ്ങിയത് എവിടെയാണ്? തൻ്റെ സ്വന്തം വില്ലേജിൽ വെച്ചിട്ട് റിട്ടേൺ ചെയ്ത് പോയല്ലോ. അപ്പോൾ അവിടെ വെച്ചിട്ട് ഗോട്ട് മാരി ചെയ്തു, പിന്നെ ആണെങ്കിൽ ഒരു ബിസിനസ്സും ഉണ്ടാക്കിയെടുത്തു. ആൻഡ് 13th ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഡസ് ഹിസ് എക്സാമ്പിൾ പ്രൂവ്? എന്താണ് ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു സ്റ്റോറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഒരു മോറൽ ഓഫ് എ സ്റ്റോറി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്താണ് നമുക്ക് കാണിച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്ത് ചെയ്യാനുള്ളൊരു കറേജ് ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരെ സംരക്ഷിക്കാനുള്ള ഒരു കെയർ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഒന്നിൽ നിന്നും വിജയത്തിലേക്ക് അത് എത്തിച്ചിരിക്കും, ഒന്നിൽ നിന്നും അതിനെ പ്രതിരോധിക്കയില്ല. അതാണ് ഈ ഒരു സ്റ്റോറിൻ്റെ മോറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് വി ഹാവ് ദി കറേജ് ആൻഡ് കെയർ ഫോർ അതേഴ്സ് നത്തിങ് ക്യാൻ സ്റ്റോപ്പ് us ഫ്രം ഗെറ്റിംഗ് സക്സസ്. ഇത്രയാണ് നമ്മുടെ കോണ്ടിബൻ്റെ സ്റ്റോറി വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് ഇവിടെ ആൻസറായിട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ നോക്കാം, ഈ ഒരു കോണ്ടിബ പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റോറി നമ്മുടെ ജീവിതത്തിൽ അത് പകർത്താൻ ശ്രമിക്കാം. എവിടെയെങ്കിലും ആർക്കെങ്കിലും ഹെൽപ്പ് വരുന്നതാണെങ്കിൽ നമ്മളെ കൊണ്ടാവുന്ന തരത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചാപ്റ്റർ. അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.